മഹാരാഷ്ട്രയിൽ 12 വയസ്സുകാരനായ മകനെ മാതാപിതാക്കൾ ക്രൂരമായി ചങ്ങലയിൽ ബന്ധിച്ച സംഭവം മനുഷ്യാവകാശ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസമായി ഈ കുട്ടി വീട്ടിനുള്ളിൽ തടവറയിലായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദിവസവേതന ജോലിക്കാരായ മാതാപിതാക്കൾ തങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപാണ് മകനെ ഇത്തരത്തിൽ ബന്ധിച്ചിരുന്നത്. മണിക്കൂറുകളോളം അനങ്ങാൻ പോലും കഴിയാത്ത വിധം ചങ്ങലക്കിടുന്നത് പതിവായതോടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് ലഭിച്ച അജ്ഞാത സന്ദേശമാണ് കുട്ടിയുടെ മോചനത്തിന് വഴിയൊരുക്കിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ കണ്ടത്. രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ മകനെ ഒരു ബക്കറ്റിൽ നിൽക്കുന്ന രീതിയിൽ ചങ്ങല കൊണ്ട് വരഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അങ്ങേയറ്റം ദയനീയമായിരുന്നു കുട്ടിയുടെ അവസ്ഥയെന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് മാതാപിതാക്കൾ മകനെ ബന്ധിക്കും. വൈകുന്നേരം അവർ തിരികെ വരുന്നതുവരെ കുട്ടി ഇതേ അവസ്ഥയിൽ കഴിയേണ്ടി വന്നിരുന്നു. ചങ്ങലയും കയറും ദീർഘനേരം ഇറുകി കിടന്നതിനെ തുടർന്ന് കുട്ടിയുടെ കൈകളിലും കാലുകളിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കുട്ടി അവശനായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുട്ടിയുടെ സ്വഭാവ വൈകല്യമാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി. കുട്ടിയുടെ മോഷണശീലത്തിൽ പൊറുതിമുട്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ അവകാശപ്പെടുന്നു. പലപ്പോഴും അയൽപ്പക്കങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ മോഷ്ടിക്കുന്നത് പതിവായതോടെ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരമായാണ് അവർ ചങ്ങലയെ ആശ്രയിച്ചത്. സ്വഭാവ ദൂഷ്യം കാരണം കുട്ടിയുടെ പഠനം മാതാപിതാക്കൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം നൽകി കുട്ടിയെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം തടങ്കലിൽ ഇടാനാണ് ഈ മാതാപിതാക്കൾ തീരുമാനിച്ചത്. കുട്ടിയെ നിലവിൽ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശാരീരികമായ മുറിവുകളേക്കാൾ ഉപരിയായി കുട്ടി അനുഭവിച്ച മാനസികാഘാതം അങ്ങേയറ്റം ഗുരുതരമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാതാപിതാക്കളുടെ ഈ പ്രവൃത്തി കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തെയും മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ദീർഘകാലത്തെ കൗൺസിലിംഗ് നൽകിയാൽ മാത്രമേ കുട്ടിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. ദിവസവേതനക്കാരായ മാതാപിതാക്കളുടെ ദാരിദ്ര്യവും അറിവില്ലായ്മയും ഇത്തരം ക്രൂരതകളിലേക്ക് നയിച്ചതായി പോലീസ് വിലയിരുത്തുന്നു. എങ്കിലും നിയമവിരുദ്ധമായി കുട്ടിയെ തടങ്കലിൽ വെച്ചത് ഗൗരവകരമായ കുറ്റമാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാതാപിതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ കേസിൽ വിശദമായ വാദം കേൾക്കും. കുട്ടിയുടെ മോഷണശീലം ഒരു മാനസിക പ്രശ്നമായി കണ്ട് ചികിത്സ നൽകുന്നതിന് പകരം ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയെന്ന് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. മഹാരാഷ്ട്രയിലെ ഈ സംഭവം കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾ അനുഭവിക്കുന്ന യാതനകളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ചങ്ങലക്കിട്ടതിനെ തുടർന്നുണ്ടായ ആഴത്തിലുള്ള വ്രണങ്ങൾ ഉണങ്ങാൻ ആഴ്ചകളോളം വേണ്ടിവരും. കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി വിദഗ്ധ ചികിത്സയാണ് സർക്കാർ നൽകുന്നത്. സമാനമായ സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്വഭാവ വൈകല്യമുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് ശരിയായ അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ്. അയൽവാസികൾ ഈ ക്രൂരത കണ്ടിട്ടും പ്രതികരിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാമൂഹികമായ ജാഗ്രത ഇത്തരം സാഹചര്യങ്ങളിൽ അനിവാര്യമാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കോടതി തീരുമാനിക്കും. കുട്ടിയെ വീണ്ടും മാതാപിതാക്കൾക്കൊപ്പം വിടണോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. ചുരുക്കത്തിൽ സംരക്ഷകരാകേണ്ട മാതാപിതാക്കൾ തന്നെ വേട്ടക്കാരായി മാറിയ ഈ സംഭവം സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വലുതാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.